എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരീക്ഷ തന്നെയാണ് വിഷയം. പരീക്ഷ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് ഉണർത്തെ അമ്മമാരെ കൂടെ നിർത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചില അമ്മമാരൊക്കെ ഇല്ലേ, പരീക്ഷ ഹോളിൽ പോയി കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പുറത്തു വന്നുകൊണ്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം നിർണായകമായ പരീക്ഷയ്ക്ക് പ്രേയർ സപ്പോർട്ട് ഭയങ്കര അനുഗ്രഹമാണ്. അത് ദൈവഹിതമാണെങ്കിൽ ഒരു കാരണവശാലും തടസ്സം ഉണ്ടാകത്തില്ല. നമ്മുടെ തടസ്സങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദൈവം അത് നിറവേറ്റും. അപ്പം നമ്മുടെ തടസ്സങ്ങളൊന്നും മാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും ഞാൻ പ്രാർത്ഥിക്കണത്. നമ്മുടെ ദൈവദർശനത്തിൽ നമുക്കുള്ള ചില തടസ്സങ്ങളൊക്കെ ഇല്ലേ, ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ അനുവാദം തരത്തില്ല. ചില ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കത്തില്ല, കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു, കാണാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയത്തില്ല. അതുപോലെ പഴയ ഫയലുള്ളത് കൊണ്ടാണ് ഈ കാണാൻ അനുവദിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഉപപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ യോഗ്യതയെ വർദ്ധിപ്പിക്കാനാണ്, ദൈവത്തിൻ്റെ കരുണയെ പ്രജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞത്. കാര്യം ആ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്ന പരീക്ഷ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയം. പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ വിഷയം, കുറച്ച് വിഷയങ്ങൾ കഴിഞ്ഞു, ചില വിഷയങ്ങളെക്കുറിച്ച് ഡൗട്ടുണ്ട്, ചില വിഷയങ്ങൾ കൂട്ടി നോക്കിയിട്ട് അത്ര തൃപ്തിയല്ല. അങ്ങനെ പലതരത്തിലുള്ള വിവിധ വിചിംബൃതരായിട്ടാണ് ആൾക്കാർ കുഞ്ഞുങ്ങളെ ജീവിക്കുന്നത്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയം. എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സബ്ജക്റ്റിന് കൊടുത്താൽ ടാലി ആകാൻ കർത്താവ് ഇതിൻ്റെ പ്രത്യേക അനുഗ്രഹം നൽകണം പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിൽ കർത്താവ് ഇപ്പോഴും മക്കൾ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി. പക്ഷേ അങ്ങനെയല്ല, ഉപരി വിദ്യാഭ്യാസം വേണമെങ്കിൽ ഉന്നതമായ വിജയം കൈവരിച്ചില്ലെങ്കിൽ ഒത്തിരിയേറെ കടമ്പകളുണ്ട്. കർത്താവ് അതുകൊണ്ട് അങ്ങനെ ആശ്രയിക്കുന്ന എല്ലാ മക്കളെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ കഴിവിനേക്കാൾ ഉപരി കർത്താവ് അങ്ങയുടെ കൃപയാൽ അവർക്ക് ആവശ്യമായ മാർക്ക് നൽകി അവരുടെ ഉപരി വിദ്യാഭ്യാസം ഭാവി സുരക്ഷിതമാക്കാനുള്ള കർത്താവ് ഇടങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി കർത്താവ് ഈ പരീക്ഷ നമ്മുടെ ഇനി കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തണതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രവേശനോത്സവത്തിൽ കൊണ്ടുപോകുന്ന അമ്മമാരെ കൊണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും എഴുത്തിന് പോലും ഇരുത്താതെ, എഴുത്ത് പോലും പഠിക്കാത്ത ഭയങ്കര അഗ്രസീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഭയങ്കര പിടിവാശിയുള്ള ആ മക്കളെല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലത് കർത്താൽ അങ്ങ് സ്പർശിക്കണമേ. ഓട്ടിസമുള്ള മക്കള്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കള്, പ്രത്യേകിച്ച് കർത്താവ് ഭയങ്കര പലതരത്തിലുള്ള ദുശാഠ്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ, അതുമൂലം സമാധാനം നഷ്ടപ്പെട്ട അമ്മമാര്, ഉറക്കം നഷ്ടപ്പെട്ട അമ്മമാര്, കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത കാരണം അമ്മമാർക്ക് ഉറങ്ങുന്നില്ല, അവർക്ക് പറയണതെല്ലാം ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നു, കുടുംബത്തിൽ അതിന്റെ പേര് വലിയ കലഹങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരമുള്ള ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് മാനസികമായിട്ട് അകന്നു പോകുന്നു. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുതിയ കുടുംബക്കാരെ, പുതിയ ജീവിതങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി കർത്താവെ അവരുടെ സുരക്ഷിതമാക്കുന്നതിന് ആവശ്യമായ അവരുടെ നടപടിക്രമങ്ങളെ കുറ്റമറ്റമാക്കുകയും കർത്താവ് സമയമോ പണമോ ദാനമോ വ്യർത്ഥമാകാതിരിക്കാൻ അവരെ കർത്താവ് പ്രത്യേകമായി അവരുടെ ചിന്താ പദ്ധതികളെയും പ്രവർത്തന രീതികളെയും അങ്ങ് ആശീർവദികളെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, യാത്രക്ക് പോകുന്നവരും, പരീക്ഷയ്ക്ക് പോകുന്നവര്, കോടതി പോകുന്നവര്, തൊഴിലിടങ്ങളിൽ തൊഴിലിന് വേണ്ടി പോകുന്നവര്, ഓഫീസിൽ പോകുന്നവര്, ഓരോ കുടുംബത്തിന്റെ ഓരോരോ കാര്യങ്ങളുടെ നിർവഹണയ്ക്ക് വേണ്ടി ഓരോരോ സ്ഥലങ്ങളിലേക്ക് വ്യക്തികളെ കാണാൻ പോകുന്നവർ, കേൾക്കാൻ പോകുന്നവർ, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ ആശീർവദിക്കുന്നു.